സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയാണ് കുടുംബശ്രീ ശാരദ. പരമ്പര തുടങ്ങിയിട്ടൊരു 3-4 വർഷമായി. നല്ല റേറ്റിംഗോടൊക്കെ പോകുന്ന ഒരു പരമ്പരയാണ് ശാരദ. പരമ്പരയിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ നടനാണ് പ്രഭിന്. സീരിയലിൽ വിഷ്ണു എന്ന കഥാപാത്രം ചെയ്യുന്ന പ്രഭിനെ പ്രേക്ഷകർ വിളിക്കുന്നതും വിഷ്ണു ഏട്ടൻ എന്നൊക്കെയാണ്. ഈ അടുത്താണ് ഏഷ്യാനെറ്റിൽ വന്ന ഈ പുഴയും കടന്ന് എന്ന പരമ്പരയിൽ നരൻ എന്ന നായക കഥാപാത്രമായിട്ട് നമ്മുടെ പ്രഭിൻ എത്തിയത്. എന്നാൽ പുതിയ പരമ്പരയിലേക്ക് പ്രഭിൻ എത്തിയതോടെ കുടുംബശ്രീ ശാരദയിൽ നിന്നും കാണാതാവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു പിന്മാറ്റത്തിൽ വളരെ നിരാശയാണ് പ്രേക്ഷകർക്ക് ഉണ്ടായത്. തുടർന്ന് ഫാൻസ് പേജുകളിലൂടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടത് വിഷ്ണുവേട്ടൻ്റെ മിസ്സിങ്ങിനെ കുറിച്ചാണ്. അതീവ ദുഃഖത്തോടെയാണ് നിരവധി പേരാണ് കമൻറ്റുകൾ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി പരമ്പരയിലേക്ക് തിരിച്ചു വരുമോ, മിസ് യു, വിഷ്ണുവേട്ടനില്ലാത്ത സീരിയൽ ഇനി കാണില്ല തുടങ്ങി 100 കണക്കിന് കമൻറ്റുകളാണ് പ്രേക്ഷകരിൽ നിന്നും വരുന്നത്. എന്നാൽ ഇതിൻ്റെ വിശദീകരണം പ്രഭിൻ ഇതുവരെ നൽകിയിട്ടില്ല. ചോദിച്ചവരോടെല്ലാം കമൻറ്റിലൂടെ സ്നേഹം മാത്രമാണ് പ്രഭിന് അറിയിച്ചത്. വിഷ്ണു എന്തായാലും ഇതിനെക്കുറിച്ച് എവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല. പുറത്ത് പറയാൻ പറ്റാത്ത വല്ല പേഴ്സണൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കാം, നമുക്കൊന്നും അറിയില്ല. പുള്ളിക്കാരൻ അത് എവിടെയും പറഞ്ഞിട്ടുമില്ല. എന്തായാലും കുടുംബശ്രീ ശാരദ ഇപ്പോൾ ഒരു മധുരമില്ലാത്ത പായസം പോലെ ആയിട്ടുണ്ട്. പ്രഭിൻ്റെ കൂടുതലൊന്നും നമ്മൾ ഈ പുതിയ സീരിയലിൽ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു പ്രൊമോ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. പ്രൊമോ വീഡിയോയിൽ മാത്രമാണ് ഒരു കിടിലൻ ഇൻട്രോ പ്രഭിന് കിട്ടിയിട്ടുള്ളത്. ഇത് പ്രഭിൻ്റെ പ്രേക്ഷകരെല്ലാം വെയിറ്റിംഗ് ആണ് ഈ ഒരു പുതിയ സീരിയലിൽ പ്രഭിൻ എങ്ങനെ അഭിനയിക്കുന്നു എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും എനിക്ക് പറയാനുള്ളത് പ്രഭിന് കുടുംബശ്രീ ശാരദയിലേക്ക് തിരിച്ചു വരട്ടെ. കാരണം അതിലും പ്രഭിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. പ്രഭിനെ പ്രഭിനാക്കിയ ഒരു സീരിയലാണ് കുടുംബശ്രീ ശാരദ. എന്തായാലും വളരെ മിസ്സിംഗ് ആണ് പ്രഭിനില്ലാത്ത കുടുംബശ്രീ ശാരദ. ഇതിനെക്കുറിച്ചുള്ള പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക.